ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റവ പായസത്തിന്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പൊ ഇതാ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ടും ബദാമും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 കാഷ്നട്ടും അതുപോലെ ഒരു 5 ബദാമും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 20 മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനിതാ ഇവിടെ ആദ്യം കാഷ്നട്ടും അതുപോലെ ബദാമും ഒന്ന് വറുത്തിട്ടെടുക്കുകയാണ്. അപ്പൊ തീ ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇതാ കാഷ്നട്ടും ബദാമും ഒക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാനിത് നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതാ മുന്തിരി നമുക്ക് നന്നായിട്ടൊന്ന് വീർത്ത് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പായസമൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഞാനിവിടെ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാണ്. അതേ നെയ്യിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റവ ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പൊ നമുക്ക് ഇവിടെ റവ ഒരു 3-4 മിനിറ്റ് വറുത്തിട്ട് എടുക്കണം. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് റവ ഒന്ന് റോസ്റ്റ് ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നൊരു സമയമുണ്ടല്ലോ, അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഇതാ റവ നമ്മളൊരു 3-4 മിനിറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കുമായിരുന്നു. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കളറൊന്നും മാറാൻ വേണ്ടി നിൽക്കരുത്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ml പാലാണ് എടുക്കുന്നത്. ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാലും റവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. ഇപ്പൊ ഇതാ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി വീണ്ടും പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് റവയൊക്കെ ഒന്ന് വെന്ത് പായസം ഒന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കി എടുക്കാം പായസം. ഇപ്പൊ ഇതാ നിങ്ങൾക്ക് കാണാം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും പഞ്ചസാരയും അല്ലെങ്കിൽ മുഴുവനായിട്ടും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു മീഡിയം മധുരമാണ് ഉള്ളത്. ഇപ്പൊ ഞാനിവിടെ 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ ചേർത്തിട്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കുങ്കുമപ്പൂവും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഒന്നും എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് ചേർത്ത് കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും ബദാമും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ ഈ ഒരു പായസം നമ്മൾ ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ കഴിക്കുന്ന സമയത്തും ചൂടോടുകൂടി കഴിക്കാനാണ് ഒന്നും കൂടെ ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും കേട്ടോ, കാരണം നമ്മൾ റവയല്ല ചേർത്തത്. അപ്പോൾ പെട്ടെന്ന് കട്ടിയാവും തണുക്കും തോറും. പിന്നീട് നമ്മൾ വെള്ളം അല്ലെങ്കിൽ പാലൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ലൂസ് ആക്കിയിട്ട് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഇതാ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.